എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യഹൂദന്മാരുടെ പെസഹ ഉത്സവത്തിൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് പുറപ്പാട് പുസ്തകത്തിലൂടെ ശ്രവിക്കാം. പുറപ്പാട് 12:13. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈജിപ്തിൽ ദൈവം വരുത്തിയ അവസാന ബാധയുടെ സമയത്ത് സംഭവിച്ച ആദ്യത്തെ പെസഹയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ ഈ അധ്യായം വിവരിക്കുന്നു. ഈ ബാധയ്ക്കുള്ള തയ്യാറെടുപ്പിനായി ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് അവരുടെ വീട്ടിൻ്റെ ഉമ്മരപ്പടികളിലും തൊഴുത്തുകളിലും പുരട്ടാൻ ദൈവം ഇസ്രായേലിയരോട് നിർദ്ദേശിച്ചു. രക്തം ഒരു അടയാളമായി പ്രവർത്തിക്കും. ദൈവം രക്തം കാണുമ്പോൾ അവൻ ആ വീടുകൾക്ക് മുകളിലൂടെ കടന്നുപോകും. ഉള്ളിലെ ആദ്യജാതനെ ഒഴിവാക്കി. ഈ സംഭവമാണ് യഹൂദരുടെ പെസഹ ഉത്സവത്തിൻ്റെ ഉത്ഭവം. ഇത് അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേല്യരുടെ വിടുതലിനെ അനുസ്മരിക്കുന്നു. വാതിൽ പോസ്റ്റുകളിലെ രക്തം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളോടുള്ള അനുസരണത്തിൻ്റെ അടയാളവും സംരക്ഷണ മാർഗമായി വർത്തിക്കുകയും ചെയ്തു. അത് ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെ വീടുകളെ അടയാളപ്പെടുത്തി. രക്തത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി അവരെ കടന്നുപോയത്. രക്തത്തിന് തന്നെ ഒരു അന്തർലീനമായ ശക്തി ഇല്ലായിരുന്നു. എന്നാൽ അത് ഇസ്രായേല്യരുടെ വിശ്വാസത്തെയും വിടുതലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. തൻ്റെ ജനത്തെ അടിമകളാക്കിയതിനും അവരുടെ വിഗ്രഹാരാധനയ്ക്കുമായി ഈജിപ്തിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രകടനമായിരുന്നു. എന്നിരുന്നാലും വാതിൽപ്പടിയിലെ രക്തം കരുണയുടെ അടയാളമായിരുന്നു. ഇസ്രായേല്യർ പാപമില്ലാത്തവരോ കൂടുതൽ അർഹതയുള്ളവരോ ആയതുകൊണ്ടല്ല, മറിച്ച് ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ തൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ ദൈവം അവർക്കൊരു മാർഗം നൽകിയതുകൊണ്ടാണ്. ആട്ടിൻകുട്ടിയുടെ രക്തം പകരമായിരുന്നു. ആട്ടിൻകുട്ടിയുടെ മരണം പാപം നിമിത്തം ഓരോ വീട്ടിലെയും ആദ്യജാതർക്ക് സംഭവിക്കുമായിരുന്ന മരണത്തെ പ്രതീകപ്പെടുത്തുന്നു. നിരപരാധിയായ ഒരു ആട്ടിൻകുട്ടിയുടെ ബലിമരണത്താൽ ഇസ്രായേല്യരുടെ വിടുതൽ സാധ്യമായി. ഈ സംഭവം ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ ആത്യന്തികമായ ത്യാഗത്തെ മുൻനിഴലാക്കി. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരാശിയെ വിടുവിക്കാൻ രക്തം ചൊരിയപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിന് നാം പ്രാധാന്യം നൽകുകയും വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി പ്രതികരിക്കുകയും വേണം. തൻ്റെ മകൻ്റെ ത്യാഗത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയും രക്ഷയും ഒപ്പം മോചനച്ചെലവും ഓർക്കണം. സ്നേഹപിതാവേ, അവിടുത്തെ രക്തം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനവും ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകവുമാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.